ഹലോ ഡിയർ ഫ്രണ്ട്സ്. മെഡിക്കൽ രംഗത്തെ മുഖ്യധാര മെഡിക്കൽ കോഴ്സുകളല്ലാത്തതും എന്നാൽ സാമാന്യ ജനത്തിന് അത്ര പരിചിതമില്ലാത്തതും വളരെയധികം ജോലി സാധ്യതയുള്ളതുമായ മെഡിക്കൽ കോഴ്സുകളെയും പാരാമെഡിക്കൽ കോഴ്സുകളെയും പരിചയപ്പെടുത്തുന്ന ഈ പരമ്പരയിൽ ഇന്ന് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന 10ാമത്തെ വീഡിയോയാണ് ബാച്ചിലർ ഓഫ് റേഡിയോളജി ആൻഡ് ഇമേജിംഗ് ടെക്നോളജി എന്ന പേരിൽ അറിയപ്പെടുന്ന കോഴ്സ്. ബ്രിറ്റ് എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഈ കോഴ്സ് മെഡിക്കൽ ഡയഗ്നോസ്റ്റിക് ഇമേജിംഗ് സാങ്കേതിക വിദ്യകളിൽ വിദഗ്ധ പരിശീലനം നൽകുന്ന ഒരു ബിരുദ കോഴ്സാണ്. ഇത് എക്സ്റേ, MRI, CT സ്കാൻ, അൾട്രാസൗണ്ട് പോലെയുള്ള ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ച് രോഗനിർണയം നടത്തുന്നതിനും നിരീക്ഷിക്കുന്നതിനും വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. ഈ കോഴ്സിന്റെ പ്രധാന സവിശേഷതകൾ അഥവാ ഫോക്കസ് ഏരിയകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ, ഇമേജിംഗ് ടെക്നോളജി, എക്സ്റേ മെഷീനുകൾ, CT സ്കാനറുകൾ, MRI സ്കാനറുകൾ, അൾട്രാസൗണ്ട് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നതിൽ പ്രാവീണ്യം നൽകുന്നു. റേഡിയേഷൻ ഫിസിക്സ്, റേഡിയേഷൻ പ്രിൻസിപ്പിൾസും സുരക്ഷാ പ്രോട്ടോകോളുകളും മനസ്സിലാക്കാൻ വിദ്യാർത്ഥികളെ പ്രാപ്തരാക്കുന്നു. അനാറ്റമിയും പതോളജിയും, മനുഷ്യ ശരീരം പഠിക്കുകയും ഇമേജിംഗ് ടെക്നോളജി വഴി അപാകതകൾ തിരിച്ചറിയുകയും ചെയ്യുക എന്നുള്ളത്. ഇമേജിംഗ് വിശകലനം അഥവാ ഡയഗ്നോസ്റ്റിക് ഇമേജുകൾ ശരിയായ വിധത്തിൽ വിശകലനം ചെയ്യുന്നതിൽ പ്രാവീണ്യം നേടുക എന്നുള്ളത്. പേഷ്യന്റ് ഹാൻഡിലിംഗ്, ഇമേജിംഗ് പ്രോസസ്സുകളിൽ രോഗികളുടെ സുരക്ഷയും സുഖവും ഉറപ്പാക്കുക എന്നുള്ളത്. ഈ കോഴ്സിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 4 വർഷമാണ്. 4 വർഷത്തെ അക്കാദമിക് പഠനവും അതോടൊപ്പം ക്ലിനിക്കൽ പരിശീലനവും ഉൾപ്പെടെ 4 വർഷത്തെ കോഴ്സാണിത്. കോഴ്സിന്റെ യോഗ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. ചില യൂണിവേഴ്സിറ്റികൾ അധിക വിഷയമായി മാത്തമാറ്റിക്സ് ആവശ്യപ്പെടാറുണ്ട്. അതോടൊപ്പം ഈ കോഴ്സിന്റെ തൊഴിൽ സാധ്യതകൾ ഏതൊക്കെയെന്ന് പരിശോധിച്ചാൽ, റേഡിയോഗ്രാഫർ, ഇമേജിംഗ് ഉപകരണങ്ങൾ ഉപയോഗിച്ച് മെഡിക്കൽ ഇമേജുകൾ പകർത്തുക എന്നുള്ളത്. ഇമേജിംഗ് സ്പെഷ്യലിസ്റ്റ്, CT സ്കാൻ, MRI സ്കാൻ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സാങ്കേതിക വിദ്യയിൽ വൈദഗ്ധ്യം നേടുക എന്നുള്ളത്. റേഡിയോളജി ടെക്നീഷ്യൻ, റേഡിയോളജിസ്റ്റ് ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകളിൽ സഹായിക്കുക എന്നുള്ളത്. ഹെൽത്ത് കെയർ കൺസൾട്ടന്റ്, ഇമേജിംഗ് ടെക്നോളജി വിദ്യയുടെ സമന്വയത്തിൽ കൃത്യമായിട്ടുള്ള ഉപദേശം നൽകുകയും ഫിസിഷ്യനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുക എന്നുള്ളത്. ഇനി ഈ കോഴ്സിന്റെ ഘടനയെ പറ്റി പരിശോധിച്ചാൽ, അനാറ്റമി ആൻഡ് ഫിസിയോളജി, റേഡിയേഷൻ ഫിസിക്സ് ആൻഡ് പ്രൊട്ടക്ഷൻ, ഇമേജിംഗ് ടെക്നോളജികൾ, എക്സ്റേ, CT സ്കാൻ, MRI, അൾട്രാസൗണ്ട് സ്കാനിംഗ് എന്നിവയിൽ വിദഗ്ധ പരിശീലനം നേടുക എന്നുള്ളത്. പതോളജി ആൻഡ് മൈക്രോബയോളജി, റേഡിയോഗ്രാഫിക്സ് ഉപകരണങ്ങൾ എന്നിവയിൽ പരിശീലനവും അതിന്റെ സർവീസിംഗിലും വേണ്ട പ്രാവീണ്യം നേടുക എന്നുള്ളത്. രോഗികളെ കൃത്യമായ ഡയഗ്നോസ്റ്റിക് പ്രൊസീജിയറുകളെ കുറിച്ച് വിശദീകരണം നൽകുകയും ഈ പ്രൊസീജിയറുകളിൽ അവരെ സഹായിക്കുകയും ചെയ്യുക എന്നുള്ളത്. ഈ കോഴ്സുമായി ബന്ധപ്പെട്ട ഐച്ഛിക വിഷയങ്ങൾ ഓരോ സർവകലാശാലകൾക്കനുസരിച്ച് വ്യത്യാസപ്പെടാം. എങ്കിലും പ്രധാനപ്പെട്ട ഐച്ഛിക വിഷയങ്ങൾ ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. അഡ്വാൻസ്ഡ് MRI ടെക്നോളജി, ഇന്റർവെൻഷണൽ റേഡിയോളജി, ഡിജിറ്റൽ ഇമേജിംഗ് ടെക്നോളജി. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട പ്രാക്ടിക്കൽ ക്ലാസ്സുകളെ കുറിച്ച് പരിശോധിച്ചാൽ, ആശുപത്രികളിലും ഡയഗ്നോസ്റ്റിക് സെന്ററുകളിലും പ്രവർത്തന പരിചയം വേണം. പ്രൊഫഷണൽ മേൽനോട്ടത്തിൽ ഇമേജിംഗ് ടെക്നോളജിയെ കുറിച്ച് അവഗാഹം നേടുക എന്നുള്ളത്. ഈ കോഴ്സിനോടനുബന്ധിച്ച് ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. അവസാന വർഷം ക്ലിനിക്കുകളിലോ റേഡിയോളജി വിഭാഗങ്ങളിലോ ഡയഗ്നോസ്റ്റിക് ലാബുകളിലോ ഇന്റേൺഷിപ്പ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന പ്രധാനപ്പെട്ട 5 സർവകലാശാലകളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ ഓസ്ട്രേലിയ ആണെന്നുണ്ടെങ്കിൽ ഓസ്ട്രേലിയയിലെ സിഡ്നി യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. മെഡിക്കൽ ഇമേജിംഗ് ടെക്നോളജികളിൽ സമഗ്രമായ പഠനമാണ് കോഴ്സ് പ്രധാനമായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കോഴ്സിന്റെ ദൈർഘ്യം 3 വർഷമാണ്. 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. IELTS മിനിമം 7 സ്കോർ എങ്കിലും നേടിയിരിക്കണം. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് കിങ്സ് കോളേജ് ലണ്ടൻ. UK കിങ്സ് കോളേജ് ഈ കോഴ്സ് ഓഫർ ചെയ്യുന്നു. ഇമേജിംഗ് ടെക്നോളജികളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ഈ കോഴ്സ് 4 വർഷ ദൈർഘ്യത്തോടെ ഉള്ളതാണ്. 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. IELTS മിനിമം 6.5 സ്കോർ എങ്കിലും നേടിയിരിക്കണം. ഇനി ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് കാനഡയിലെ ടൊറന്റോ യൂണിവേഴ്സിറ്റി. കോഴ്സിന്റെ ദൈർഘ്യം 4 വർഷമാണ്.
10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. ടോഫലിന് മിനിമം 100 സ്കോറെങ്കിലും നേടിയിരിക്കണം. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് നെതർലാൻഡ്സിലെ മാസ്ട്രിക്റ്റ് യൂണിവേഴ്സിറ്റി. ഇമേജിംഗ് ടെക്നോളജിയിൽ യൂറോപ്യൻ സ്റ്റാൻഡേർഡിനനുസരിച്ചുള്ള വിദ്യാർത്ഥികൾക്ക് അവഗാഹം നൽകാൻ ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണിത്. കോഴ്സിന്റെ ദൈർഘ്യം 4 വർഷമാണ്. 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. IELTSന് മിനിമം 7 സ്കോറെങ്കിലും നേടിയിരിക്കണം. ഈ കോഴ്സ് ഓഫർ ചെയ്യുന്ന മറ്റൊരു യൂണിവേഴ്സിറ്റിയാണ് USA ജോൺസ് ഹോപ്കിൻസ് യൂണിവേഴ്സിറ്റി. ആധുനിക ഇമേജിംഗ് ടെക്നോളജിയുടെ കട്ടിംഗ് എഡ്ജ് ടെക്നോളജിയിൽ പരിശീലനം നൽകുക എന്ന ലക്ഷ്യത്തോടു കൂടി ആസൂത്രണം ചെയ്തിരിക്കുന്ന ഒരു കോഴ്സാണിത്. കോഴ്സിന്റെ ദൈർഘ്യം 4 വർഷമാണ്. യോഗ്യതകൾ 10+2 സ്കൂളിംഗ് സിസ്റ്റത്തിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി എന്നിവ പഠിച്ചിരിക്കണം. ലാംഗ്വേജ് പ്രൊഫഷൻസി യോഗ്യതയായ ടോഫലിന് മിനിമം 100 സ്കോറെങ്കിലും നേടിയിരിക്കണം. ഇനി കോഴ്സുമായി ബന്ധപ്പെട്ട ചിലവുകളെ കൂടി പരിശോധിച്ചാൽ, ഓസ്ട്രേലിയയാണ് നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ എങ്കിൽ $20,000 to $40,000 ഓസ്ട്രേലിയൻ ഡോളർ ആയിരിക്കും ഒരു വർഷം ആനുവൽ കോഴ്സ് ഫീ ആയി ആവറേജ് വരിക. ഇനി സ്റ്റഡി ഡെസ്റ്റിനേഷൻ UK ആണെന്നുണ്ടെങ്കിൽ $15,000 to $25,000 ബ്രിട്ടീഷ് പൗണ്ട് ആയിരിക്കും UK ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ കാനഡ ആണെന്നുണ്ടെങ്കിൽ $20,000 to $35,000 കനേഡിയൻ ഡോളർ ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട ഏതെങ്കിലും രാജ്യങ്ങളാണെന്നുണ്ടെങ്കിൽ $10,000 to $20,000 യൂറോ ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. ഇനി നിങ്ങളുടെ സ്റ്റഡി ഡെസ്റ്റിനേഷൻ USA ആണെന്നുണ്ടെങ്കിൽ $30,000 to $50,000 US ഡോളർ ആയിരിക്കും ആനുവൽ കോഴ്സ് ഫീ ആയി വരിക. അതോടൊപ്പം ലിവിംഗ് എക്സ്പെൻസ് ആയി വരുന്നത് ഓരോ രാജ്യത്തിന്റെയും ലിവിംഗ് കോസ്റ്റ് അനുസരിച്ച് വ്യത്യാസപ്പെട്ടിരിക്കും. ആവറേജ് $800 to $2,000 US ഡോളർ ആയിരിക്കും മന്ത്ലി ലിവിംഗ് എക്സ്പെൻസ് ആയി വരിക. ഇനി ഈ കോഴ്സുമായി ബന്ധപ്പെട്ട് ധാരാളം സ്കോളർഷിപ്പുകൾ വിവിധ രാജ്യങ്ങളും വിവിധ യൂണിവേഴ്സിറ്റികളും ഓഫർ ചെയ്യുന്നുണ്ട്. ഓസ്ട്രേലിയൻ അവാർഡ് സ്കോളർഷിപ്പ് എന്ന പേരിൽ ഓസ്ട്രേലിയയും, കോമൺവെൽത്ത് സ്കോളർഷിപ്പ് എന്ന പേരിൽ UKയും, വാനിയൽ ഗ്രാജുവേറ്റ് സ്കോളർഷിപ്പ് എന്ന പേരിൽ കാനഡയും, എറാസ്മസ് മുണ്ടസ് സ്കോളർഷിപ്പ് എന്ന പേരിൽ യൂറോപ്യൻ യൂണിയനിൽപ്പെട്ട രാജ്യങ്ങളും, ഫുൾ ബ്രൈറ്റ് സ്കോളർഷിപ്പ് എന്ന പേരിൽ USAയും ഈ കോഴ്സിന് വിവിധങ്ങളായ സ്കോളർഷിപ്പുകൾ ഓഫർ ചെയ്യുന്നു. ഇതുപോലെ മെഡിക്കൽ രംഗത്തും മറ്റ് കരിയർ ഗ്രോത്തിന് സഹായകമാകുന്ന എല്ലാ പഠന രംഗത്തും നൂതനമായിട്ടുള്ള വിവരങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങൾ പുതുതായി അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരത്തേക്കും ഗുഡ് ബൈ. താങ്ക് യു.